ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നിങ്ങളെ ഈ ചാനലിൽ കൂടെ കാണുന്നതിൽ ഒത്തിരി കർത്താവിന് നന്ദി പറയുന്നു. ഇൻ ക്രൈസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതിലും നിങ്ങൾ കാണിക്കുന്ന സപ്പോർട്ടിനും ഒക്കെ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട ശബ്ദം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെയും എന്നെയും വ്യത്യസ്തരാക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മേൽ ദൈവം പകരുന്ന ദൈവത്തിൻ്റെ ഫേവറുകളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രീതിയാണ് ആ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് യാതൊരു വ്യത്യാസവുമില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല. എന്നാൽ ഫേവർ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാണ്. യാക്കോബിന് 12 മക്കൾ ഉണ്ടായിരുന്നെങ്കിലും യോസഫിനോട് ഒരു പ്രത്യേക പ്രീതിയായിരുന്നു. അപ്പോൾ ഈ പ്രീതിയാണ്, ഈ ഫേവറാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ ഏകദേശം 70-ലധികം തവണ ഫേവർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ആരെല്ലാം ആ വാക്കുകളുമായിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ടോ, അവരുടെ എല്ലാം ലൈഫ് വ്യത്യസ്തമായി തിരിയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ പ്രീതി, ഒരു ദൈവത്തിന്റെ ഫേവർ വന്ന് കയറിയിട്ട് നിങ്ങളുടെ സമൂലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒരു ദൈവപ്രസാദത്തിന് വേണ്ടിയോ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടിയോ നിങ്ങൾ പുറകെ നടന്ന് അധ്വാനിക്കുകയോ കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട. അത് സമ്പാദിച്ചെടുക്കുന്നതല്ല. അത് ദൈവത്തിന് കരുണ തോന്നണമെന്നുള്ളവനോട് ദൈവം കരുണ തോന്നുകയും ദയ കാണിക്കണമെന്നുള്ളവനോട് ദൈവം കാണിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കൊരിക്കലും അത് പ്രാപിച്ചെടുക്കുവാനോ ഒന്നും പറ്റത്തില്ല. അബ്രഹാമിന്റെ കൂടെ കൂടിയ ലോത്ത് ദൈവത്തിങ്കൽ നിന്നും ഒരുപക്ഷെ പ്രീതി അന്വേഷിച്ചിറങ്ങിയവനായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ ഒരിക്കലും ലോത്തിനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഗേഹസി, എലീശായുടെ കൂടെ ഉണ്ടായിരുന്ന ഗേഹസി ഒരു ദൈവപ്രസാദത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച ആളായിരുന്നു. പക്ഷേ ഗേഹസിയെ ദൈവത്തിന് പിടിച്ചില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവനായിരിക്കുന്ന യൂദാസ് പണസഞ്ചിയൊക്കെ സൂക്ഷിച്ച് ഒരുപക്ഷെ ഒരു ദൈവപ്രസാദത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച ആളായിരിക്കാം. പക്ഷേ എന്തോ ദൈവത്തിന് അവനോട് ഇഷ്ടം തോന്നിയില്ല. ദൈവം നിന്നോട് പ്രീതി കാണിക്കുന്നത് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മാത്രം അനുഗ്രഹിക്കുവാൻ വേണ്ടി അല്ല ദൈവത്തിന് ഒരു വ്യക്തിയോട് പ്രീതി തോന്നുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രോജക്റ്റുകളുടെ ഭാഗമാക്കി ഒരു വ്യക്തിയെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ പ്രീതി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത്. നോഹയോട് ദൈവത്തിന് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ജോസഫിനോട് ദൈവത്തിന്റെ പ്രീതി തോന്നി എന്ന് പറഞ്ഞാൽ, ഒരു ദൈവത്തിന്റെ മാസ്റ്റർ പ്രോജക്റ്റിന് വേണ്ടി, ഒരു ദൈവത്തിന്റെ അസാധാരണമായ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന് ആ വ്യക്തിയോട് തോന്നുന്ന ഒരു പ്രീതി എന്ന് പറഞ്ഞാൽ അവനെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. മറിയത്തോട് ദൈവത്തിന് കൃപ തോന്നി, കൃപ ലഭിച്ചവളെ വന്ദനമെന്ന് പറയുന്നത് അവൾക്ക് മാത്രം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു കാര്യമല്ല, അവളിൽ കൂടെ സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പോൾ ഒരു പ്രീതി, ഫേവർ, കൃപ എന്നൊക്കെ പറയുന്ന ദൈവഹൃദയത്തിന്റെ ആ ദൈവത്തിന്റെ മനോഭാവങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പ്രോജക്റ്റിന്റെ ആളായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഭയങ്കരമായി ദൈവത്തെ വിശ്വസിക്കുക. എന്തെങ്കിലും ഒരു ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനോ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ വേണ്ടിയോ ഒക്കെയാണ് നിങ്ങൾ ദൈവത്തിന്റെ പുറകിൽ കൂടിയിരിക്കുന്നത് എങ്കിൽ ഒരിക്കലും ആ ഫേവർ നിങ്ങളുടെ മേൽ വീഴത്തില്ല. എന്നാൽ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായി മാറുവാൻ, പ്രത്യേകിച്ച് ഈ സീസണിൽ ദൈവം അയക്കുന്ന ഉണർവിന്റെ ആളായി നിനക്ക് മാറാൻ പറ്റിയാൽ, ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക ഫേവർ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാണ്. ശബാൽക്കാരിയാർത്ഥന എനിക്ക് ആത്മാവിൽ ബോധ്യമാകുന്നു, പലരുടെ മേൽ ദൈവത്തിന്റെ ഫേവറുകൾ വെളിപ്പെടുന്ന ഒരു സീസണാണിത്. ഞാൻ പറയാം, ഫേവറുകൾ വെളിപ്പെടാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാറ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ
നിനക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. ആ അനുഗ്രഹങ്ങൾ നിനക്കോ നിന്റെ വീടിനോ വേണ്ടി മാത്രമല്ല, അത് ദൈവരാജ്യ സംബന്ധമായും മറ്റനേകർക്ക് അതൊരു വിടുതലുമായും തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വെളിപ്പെടാനിരിക്കുന്ന ഒരു ദൈവപ്രസാദത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് റെഡിയാക്കിക്കൊള്ളുക. ഈ ദിവസങ്ങളിൽ ഫേവറുകൾ വെളിപ്പെടാൻ പോവുകയാണ്. അത് എന്തുകൊണ്ട് ദൈവത്തിന് ഈ ലോത്തിനെയും ഗേഹസിയെയും തേമാസിനെയും ഒക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരൊരിക്കലും ഒരു ജെനുവിനായ വ്യക്തിയല്ല. അവരുടെ പുറകിൽ വരുന്നതിന്റെ പുറകിൽ ദുരുദ്ദേശങ്ങളും അവരുടേതായ കുറെ അജണ്ടകൾ വെച്ചിട്ടാണ് അവർ ദൈവത്തിന്റെ പുറകെ വന്നത്. എന്നാൽ ഞാൻ പറയാം, യാതൊരു ഹിഡൻ അജണ്ടയുമില്ലാതെ കർത്താവ് പറഞ്ഞതിനെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നയാളാണോ? എസ്തേർ പറഞ്ഞതുപോലെ, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ ഇന്ന് രാജാവിനെ കാണും. കണ്ടോ, ഒരു ദൈവത്തിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായി അവൻ മാറുകയാണ്. മതിൽ പണിയാൻ പോയ ആ മനുഷ്യൻ പറയുകയാണ്, എന്നെ പോലും ഒരുത്തിന് ഓടിപ്പോകാൻ പറ്റത്തില്ല. കണ്ടോ, തോൽപ്പിക്കാൻ നിൽക്കുന്ന സൻബല്ലത്തിന്റെയും തോബിയാവിന്റെയും എല്ലാം നടുവിൽ നെഹമ്യാവിനോട് ദൈവത്തിന്റെ ഒരു പ്രീതി തോന്നുകയാണ്. പൗലോസിന്റെ ലൈഫ് നാം പഠിക്കുമ്പോൾ, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു എന്ന് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞ് അവിടെ ഒരു ഹിഡൻ അജണ്ട ഇല്ലാതെ പ്യൂറായ ഒരു ഉദ്ദേശത്തോടു കൂടി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ മേലിലാണ് ഈ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്നത്. നിങ്ങളുടെ ഒരു ഫേവർ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഒരു റിവൈവലും ഫേവറുകളും എല്ലാം കണക്റ്റായി നിൽക്കുന്ന ഒരു സീസൺ ആകുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഹിഡൻ അജണ്ടകളില്ലാതെ മാനുഷികമായ ഒരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ പരിപൂർണമായി ദൈവത്തെ വിശ്വസിക്കുക. മറ്റാരോടും തോന്നിയിട്ടില്ലാത്തൊരു ദൈവപ്രസാദം നിന്നോട് ദൈവം കാണിക്കും. നിന്റെ ദേശത്ത് നീയും നിന്റെ കുടുംബവും ഒരു ദൈവിക പ്രോജക്റ്റിന്റെ ആളായി മാറും. നിന്നെ വെച്ച് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശുശ്രൂഷകൾ കൊണ്ട് ഉപജീവനം നടത്താൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നീ ദൈവത്തിന്റെ ശുശ്രൂഷകനായി നിന്ന് കർത്താവിന്റെ പ്രോജക്റ്റുകളെ ഭൂമിയിൽ ചെയ്തെടുക്കുന്ന ദൈവിക ഫേവർ അനുഭവിക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.